ITI അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി യോഗ്യതയുള്ളവരാണോ നിങ്ങൾ? നിങ്ങൾക്കായി കൊച്ചിൻ ഷിപ്പ്യാർഡ് അവസരമൊരുക്കുന്നു. എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ ജോലി നേടാം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇപ്പോൾ. ടെക്നീഷ്യൻ ഓർ ട്രേഡ് അപ്രൻറ്റിഷിപ്പ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വേക്കൻസി വിളിച്ചിരിക്കുന്നത്. ITI യോഗ്യതയുള്ളവർക്കായി ടോട്ടൽ 300 വേക്കൻസിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ടോട്ടൽ 8 വേക്കൻസിയുമാണ് വിളിച്ചിരിക്കുന്നത്. വേക്കൻസി നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ITI ട്രേഡിൽ ഇലക്ട്രീഷ്യൻ 42 വേക്കൻസി, ഫിറ്റർ 32, വെൽഡർ 42, മെഷീനിസ്റ്റ് 8, ഇലക്ട്രോണിക് മെക്കാനിക് 13, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് 12, ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക് 6, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ 4, പെയിൻറ്റർ ജനറൽ ഓർ മറൈൻ 8, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 10, ഷീറ്റ് മെറ്റൽ വർക്കർ 42, ഷിപ്പ് റൈറ്റ് വുഡ് ഓർ കാർപ്പൻറ്റർ വുഡ് വർക്ക് ടെക്നീഷ്യൻ 18, മെക്കാനിക് ഡീസൽ 10, പൈപ്പ് ഫിറ്റർ ഓർ പ്ലംബർ 32, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക് ഓർ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ 1, മറൈൻ ഫിറ്റർ 20. ഇങ്ങനെ 300 വേക്കൻസിയാണ് ടോട്ടൽ ITIക്കാർക്ക്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രേഡിൽ വരുന്നവർക്കായി അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ ഓർ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ഒരു പോസ്റ്റ്, ബേസിക് നഴ്സിംഗ് ആൻഡ് പാലിയേറ്റീവ് കെയർ ഓർ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻറ്റ് 1, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഓർ ഓഫീസ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് 2, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ടെക്നോളജി ഓർ ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻ 1, ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റ് ഓർ ക്രാഫ്റ്റ് ബേക്കർ 3 എന്നിങ്ങനെ ടോട്ടൽ 8 വേക്കൻസിയാണുള്ളത്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഇവയാണ്. ITI ട്രേഡ് അപ്രൻറ്റിഷിപ്പ് 10th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം. അതോടൊപ്പം NTC സർട്ടിഫിക്കറ്റ് ITIയിൽ ഉണ്ടായിരിക്കണം, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്. അത് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് ട്രേഡിലാണോ അതിന് കറസ്പോണ്ടിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ കൺസേൺഡ് ഡിസിപ്ലിൻ പാസ്സായവരായിരിക്കണം. അതോടൊപ്പം മിനിമം 18 ഇയേഴ്സ് ഏജ് ഉള്ളവരായിരിക്കണം ആസ് ഓൺ 15/11/2025. അപ്രൻറ്റിഷിപ്പ് റൂളിൽ പറയുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. അതോടൊപ്പം കേരള ഡൊമിക്കിലുള്ളവരായിരിക്കണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റൂളിൽ പറയുന്ന റിസർവേഷനൊക്കെ ആപ്ലിക്കബിൾ ആയിരിക്കും. ഇതൊരു 1 ഇയർ ട്രെയിനിങ് പീരീഡാണ്. എക്സാം ഇല്ലാതെ തന്നെയാണ് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മളുടെ ക്വാളിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണോ അതിൽ പെർസെൻറ്റേജ് ഓഫ് മാർക്കാണ്. സെയിം പെർസെൻറ്റേജ് മാർക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏജിൻ്റെ ബേസിസിലായിരിക്കും സീനിയോറിറ്റി തീരുമാനിക്കുന്നത്. ആപ്ലിക്കേഷനിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഇമെയിൽ വഴി ഇൻറ്റിമേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇൻറ്റിമേഷൻ കിട്ടിയാൽ വെരിഫിക്കേഷന് വേണ്ടി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം ഒരു സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിന് മെഡിക്കൽ ഫിറ്റ്നസ്സും ആവശ്യമുണ്ട്. ഇതൊരു 1 ഇയർ അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ ഇല്ല. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അപ്രൻറ്റിഷിപ്പ് പീരീഡിലും ഒന്നും നമുക്ക് ട്രാവൽ എക്സ്പെൻസ് ഒന്നും നൽകുന്നതല്ല. അതോടെ ബോർഡിംഗ് ലോഡ്ജിങ് ഒന്നും സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് മെയിൻ പോയിൻറ്റ്. CSLൻ്റെ വെബ്സൈറ്റിൽ ഇതിന് ഒരു യൂസർ മാനുവൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ യൂസർ മാനുവലിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ 2 ഫേസസ് ആയിട്ടാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഫസ്റ്റ് രജിസ്ട്രേഷനാണ്, അത് കഴിഞ്ഞിട്ട് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷനാണ്. 2 സ്റ്റേജും എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായി യൂസർ മാനുവലിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സുകളും അതിൻ്റെ പ്രൂഫും എല്ലാം തന്നെ കറക്റ്റായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓൺലൈനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി നമ്മൾ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക. വെരിഫിക്കേഷൻ്റെ ടൈമിൽ ഈ സോഫ്റ്റ് കോപ്പിയിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷൻ്റെ സമയത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഷിപ്പ്യാർഡിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ അഡ്രസ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറക്കണ്ട, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ നവംബർ 15 വരെയാണ്. ഇത്രയും വേഗം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തോളൂ. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.